മലയാളി യുവതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പൂനെയിൽ മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെ. ബിജെപി നേതാവ് രാജീവ് ചന്ദ്രശേഖറാണ് വിഷയമന്ത്രി ശോഭ കരന്തലജയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നത്. ഈ ഒരു യുവതിയുടെ അമ്മയുടെ ഒരു മെയിൽ ആ കമ്പനിക്ക് അയച്ചത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു എന്നുള്ളതാണ്. അമിതമായി തൊഴിലെടുപ്പിക്കാൻ ഇടയായ സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് യുവതിയെ ഒരുപക്ഷെ അത് അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അങ്ങനത്തെ ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായി കേന്ദ്രത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, കോട്ടയം വൈക്കം സ്വദേശിനിയായ അന്ന സെബാസ്റ്റ്യൻ കഴിഞ്ഞ ജൂലൈയിലാണ് അവർ മരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ അവരുടെ മാതാവ് വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് തൊഴിലിടത്തിൽ ഉണ്ടായ വർക്ക് പ്രഷറാണ് ഈ കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ച് ഇവർ ഈ സ്വകാര്യ IT കമ്പനിക്ക് മെയിൽ അയച്ചിരുന്നു. ഈ മെയിൽ സൂചിപ്പിക്കുന്നതും ഈ 2018 മാർച്ചിലാണ് അവർ ജോലിക്ക് കയറിയത്. അതിനുശേഷം മകൾ വലിയ വർക്ക് പ്രഷർ ആയിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവരുടെ ആത്മഹത്യ എന്നാണ് ഈ മാതാവ് ഈ കമ്പനിക്ക് അയച്ച മെയിലിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും BJP നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു. ഈ വിഷയം കേന്ദ്ര മന്ത്രി ശോഭ കരന്തലജയുടെ ശ്രദ്ധയിൽ രാജീവ് ചന്ദ്രശേഖർ പെടുത്തുകയും തുടർന്ന് ശോഭ കരന്തലജെ എക്സിൽ ഈ കാര്യം രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശോഭ കരന്തലജെ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇത് സംബന്ധിച്ചിട്ട് വ്യക്തമായി തൊഴിൽ വകുപ്പിന്റെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ വിഷയം ചൂണ്ടിക്കാണിച്ച രാജീവ് ചന്ദ്രശേഖരനടക്കം അവർ നന്ദിയും ഈ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തതകൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ലക്ഷ്മി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.